ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ ഡിസംബർ മാസത്തിൽ അവിടെ ഡൽഹിയിൽ വന്നിട്ട് നമുക്ക് അടുത്തൊരു ഓർഡറിലെ വണ്ടിയായിരുന്നു ബെൻസിൻ്റെ GLE 250D. നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് നല്ലൊരു GLE 250D 2016 മോഡൽ ഫോർമാറ്റിക് ഒരു വാഹനം നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ വാഹനമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മളിപ്പോൾ ഇതിന് അവർ ഏകദേശം ആസ്കിംഗ് പ്രൈസ് വെച്ചിരുന്നത് 20 സംതിങ് ആണ് അവന് ആസ്കിംഗ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കൂടിയ പ്രൈസാണെന്നില്ല എനിക്കറിയാം. പക്ഷേ ഇതെല്ലാം ഒരു ഡീലറെ കൈ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഒരു മാക്സിമം റേറ്റ് ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ബാർഗെയിൻ ചെയ്ത് എത്ര രൂപയ്ക്ക് നമുക്ക് എങ്ങനെ എടുക്കാം എന്താണെന്നില്ല നമുക്ക് നോക്കാം. ഇതൊരു സെക്കൻഡ് ഓണറിൽ വരുന്ന 1,20,000 സംതിങ്ങിൻ്റെ അടുത്ത് ഓട്ടം വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. ഫുള്ളായിട്ട് കമ്പനി സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. ഇവർ നമുക്ക് കാണിച്ചു തന്നത് ഒരു സ്കൂളിൻ്റെ പേരിൽ കിടക്കുന്നതാണ്. ഏകദേശം 20 ലക്ഷം രൂപയുടെ മേലെ വണ്ടിക്ക് IDV ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ നോക്കിയപ്പോഴും തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തി കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് വന്നിട്ടുള്ളത്. അത് 2021 ഗ്ലാസ്സാണ് കിടക്കുന്നത്. അതും ഷോറൂം തന്നെയാണ് മാറിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ റീപെയിൻ്റ് ഒന്നും ആയിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. ബമ്പറുകളൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് കോമൺ ആയിട്ട് ഇവിടെ എപ്പോഴും നമുക്ക് കാണാറില്ല തന്നെയാണ്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള റീപെയിൻ്റോ കാര്യങ്ങളോ റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ നമ്മൾ പ്രസൻ്റ്ലി ഇപ്പോൾ നോക്കിയിട്ട് കണ്ടില്ല. ഇനി നമ്മളെ എല്ലാപ്പോഴും പറയുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് 1 by 1 ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകണം. എന്നിട്ട് എന്തൊക്കെ റീപ്ലേസ് വന്നിട്ടുണ്ട് കാര്യങ്ങളെന്തെങ്കിലും നോക്കി കസ്റ്റമർക്ക് റിപ്പോർട്ട് അയച്ച് പ്രൈസിൻ്റെ കേസിൽ തന്നെ അവരോട് സംസാരിച്ച് നമ്മൾ നോക്കി എടുക്കുന്നതായിരിക്കും. ഈ വരുന്ന 2026 4 മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസും കിടക്കുന്നുണ്ട്. ഫുൾ കവർ തന്നെ കിടക്കുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ കണ്ടോ, നമ്മൾ പുറമെ കണ്ടതൊരു വൃത്തിനെ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തും നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. നമ്മൾ വന്ന സമയത്ത് തന്നെ ഏറ്റവും ആദ്യം നോക്കിയിരുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വണ്ടി കറക്റ്റ് നമ്മൾ എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളെല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് പെയിൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങാം. നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പെയിൻറ്റ് ചെക്ക് ചെയ്യുന്നതായിട്ട് പലരും ചോദിക്കാറുണ്ട്, റീപെയിൻ്റ് ഇല്ലാത്ത വണ്ടിയൊക്കെ എത്രയും വർഷം ചെന്നത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. നമ്മൾ റീപെയിൻറ്റ് മാത്രമല്ല നോക്കുന്നത്, എത്ര ലെവലിൽ പുട്ടി കയറിയിട്ടുണ്ട്, ഈ ഭാഗങ്ങളിലൊക്കെ എത്രമാത്രം ഡെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റാണ്. കാരണം നമുക്കത് കാഴ്ച തന്നെ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് റീപെയിൻറ്റോ കാര്യങ്ങളും തന്നെ വാല്യൂ ഒന്നും വ്യത്യാസമൊന്നും നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. എന്നാലും നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകാനുള്ളൂ. ഞാൻ നേരത്തെ ഒന്ന് സ്പീഡായിട്ട് റൗണ്ട് നോക്കിയിരുന്ന ആ സമയത്ത് നമുക്ക് കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റിൻ്റാണ് കേട്ടോ കിടക്കുന്നത്. ഇതെല്ലാം OG പെയിൻ്റാണ്. പക്ഷേ ഈ ബമ്പർ ഓൾറെഡി റീടച്ചഡ് ആണ്. കാരണം നമുക്ക് ഇതൊന്ന് ചെറിയ ലെവലൊരു ഗ്രേഡ് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇവിടെ വരെ എങ്ങനെ അടിച്ചാലും നമുക്കത് കാഴ്ച തന്നെ പിടിക്കാറുണ്ട്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വൃത്തിക്കാർ അടിച്ചുകൊണ്ട് നമുക്ക് അത്രതായിട്ട് അറിയില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടെന്നില്ല. വേറെ മേജറായിട്ടുള്ള റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും വർഷം പഴക്കം ചെന്നതിൻ്റെ ചെറിയ ചെറിയ സ്ക്രാച്ചസുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ അതായിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനലാണ്. നമുക്കിനി വണ്ടിയുടെ അണ്ടർബോഡി ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മളൊരു ഫ്ലാറ്റിൻ്റെ കീഴിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് അവർ താമസിക്കുന്നത്. എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഇവൻ നമ്മൾ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഈ ഡോറിൻ്റെയും തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കോർണറിൽ അടിവശത്ത് ഇല്ല, ഇങ്ങോട്ടില്ല. ഈ ഒരു കോർണറിൽ ഭാഗത്തായിട്ട് അത് ചെറിയ ലെവലിൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റോഡിലിട്ട് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, സോറി. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു റീപെയിൻറ്റ് നമുക്ക് നോക്കിയാൽ കാണാം. പക്ഷെ ഇവിടെ ഉള്ളിലേക്ക് അടിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. നോക്കാം, ഇവിടെ ഒന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ. ആ ഡോറിൻ്റെ ആ ഒരു കോർണറിൽ ഒരു ചെറിയ ലെവലിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ അറിയാനും പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ്. പക്ഷേ ഇവിടെയൊക്കെ ചവിട്ടി കുറഞ്ഞതൊക്കെ പെയിൻറ്റ് പോയതൊക്കെ അവർ ചുമ്മാ എന്തോ ബ്രഷിന് എന്തോ തോണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെയും ഇപ്പോൾ പോയിട്ടുണ്ട്. അതിലൊന്നും റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനലാണ്. റീപെയിൻ്റ് ആണ്. ഇത് അവിടെ ഇങ്ങനെ ഒരു പീസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മേലോട്ട് വരുമ്പോൾ ഒറിജിനൽ പെയിൻ്റാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ ഒരു പീസ് ഒരു കളർ ചേഞ്ച് നമുക്ക് ഇവിടുന്നേ കാണുന്നുണ്ട്. ഒറിജിനലാണ്. റീപെയിൻ്റാണ്. ഒറിജിനലാണ്. ഒറിജിനലാണ്. ഒറിജിനൽ. ഇത് ഇവിടെ ഇങ്ങനെ ഈ ഒരു പീസ് അടിവശത്ത് അവർ അടിച്ചിട്ടുണ്ട് കേട്ടോ, പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്കുള്ളിൽ പേസ്റ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. പക്ഷേ ഈ ഡോറിൻ്റെ പുറം ഭാഗത്തായിട്ട് അവർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒറിജിനലാണ്.
ഈ ഡോർ പാഡിൻ്റെ ഒക്കെ ഫിറ്റിംഗ്സ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഐക്യ പിടിക്കാൻ തന്നെ ചെയ്തില്ല. ഇവിടുത്തെ ഈ പഞ്ച് മാർക്കിങ്ങും പേസ്റ്റിങ്ങും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊന്നും തന്നെ നമുക്ക് നെഗറ്റീവ് പറയാനില്ല. ഇവിടെ ഉള്ളിലേക്ക് നോക്കാം. ഒറിജിനലാണ്. ഇതൊക്കെ കാഴ്ച തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒറിജിനലാണെന്നില്ല. മറ്റേത് ചെറിയൊരു ഗ്രേഡ് വ്യത്യാസം നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒറിജിനലാണ്. ഈ ബമ്പറും തന്നെ ടച്ചഡ്, പുറത്തുനിന്ന് അവർ ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനലാണ്. ടൈലൈറ്റ് ഒറിജിനൽ ടൈലൈറ്റ് ആണ്. പക്ഷേ ഇതിനും പൊട്ടലോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഒന്ന് റബ്ബ് ചെയ്താൽ പോകും കേട്ടോ. വേറെ ഒന്നും തന്നെ ഇല്ല. ഒറിജിനലാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഇതിൻ്റെ ടൈൽ ഗേറ്റിൻ്റെ ഒക്കെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. ഇവിടെ ഒന്നും അഴിക്കുക പിടിക്കുക അങ്ങനെ റീപെയിൻറ്റിങ്ങോ കാര്യങ്ങളോ തന്നെ ചെയ്തിട്ടൊന്നുമില്ല. ഒറിജിനലാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഈ ടൈലറ്റിന് തന്നെ ഇതിൻ്റെ ഒറിജിനൽ ടൈലറ്റിനാണ് കിടക്കുന്നത്. ഇതിനും പരിക്കൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഒന്ന് മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്യാനായിട്ടുണ്ട്. കാരണം ചെറിയൊരു മഞ്ഞപ്പ് വണ്ടിയുമ്പോൾ കയറിയിട്ടുണ്ട്. കാരണം എല്ലാ ഷെയ്ഡ് ഇങ്ങനെ കയറും. അത് നമ്മളൊരു ടൈം ആകുമ്പോൾ പോളിഷ് ചെയ്തിരിക്കണം ഇതാവും. അപ്പോൾ ഇതിപ്പോൾ ഒരു വണ്ടി നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ വാഷ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കാര്യമായിട്ടുള്ള ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് കാഴ്ച തന്നെ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ കണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉള്ളതിൽ അവർ ചുമ്മാ ബ്രഷിന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ ഇനി നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കട്ടായി പോകും. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനലാണ്. ഇവിടെ അടിവശത്തേക്ക് പെയിൻറ്റ് കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒറിജിനലാണ്. ഇവിടെ ഒറിജിനലാണ്. ഇവിടെയും തന്നെ വീൽ ആർച്ചിൻ്റെ ഇവിടെ വരുന്ന പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഡോറിൽ റീപെയിൻറ്റ് കയറിയിട്ടില്ല. ഇതിൻ്റെയും പഞ്ച് മാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോർ പാഡിൻ്റെ ഫിറ്റിങ്സ് എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഡോറിലാണ് നമ്മൾ അടിവശത്ത് റീപെയിൻറ്റ് കണ്ടിട്ടുള്ളത്. ഈ ഒരു പീസ് ഇങ്ങോട്ട് അടിയിലേക്ക് അവർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റീപെയിൻ്റ് ആണ്. പുറത്തുനിന്ന് അടിച്ചിരിക്കുന്നത് നമുക്ക് വേറെ അറിയാം. കാരണം വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ളൂ, മേലോട്ട് വരുമ്പോൾ പെയിൻ്റ് ഇല്ല. ഒറിജിനലാണ്. 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 വീൽ ആർച്ചിൽ ഓക്കെ. ഇവിടെ എല്ലാം ഒറിജിനൽ പെയിൻറ് തന്നെയാണ് കേട്ടോ. അതിനകത്തൊന്നും നമുക്ക് റീപെയിൻറ്റ് കണ്ടില്ല. അപ്പോൾ ബോഡിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്കൊരു പെയിൻറ്റ് ടച്ചപ്പ് കണ്ടില്ല. നമുക്ക് ഇനി ബോണറ്റ് തുറക്കാം. ബോണറ്റ് തുറന്നിട്ട് നമുക്ക് ഉള്ളിൽ നോക്കാം. ഒറിജിനൽ പെയിൻ്റാണ്. ഒറിജിനൽ പെയിൻ്റാണ്. ഇതിൻ്റെ ഈ സസ്പെൻഷൻ ചെറിയ വീക്ക് ആവുന്നുണ്ട്. വെയിറ്റ് എടുക്കുന്നില്ല. ഒരു സമയം പടക്കെ ഇങ്ങോട്ട് താന്നു പോരുന്നുണ്ട്. ഇവിടുത്തെ എല്ലാം പെയിൻറ്റ് ഒറിജിനലാണ്. ഇവിടെ ഈ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ എല്ലാ സൈഡിലൊക്കെ എല്ലാം പഞ്ചിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. തന്നെ ഒറിജിനലാണ്. വേറെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായ ഓയിൽ ലീക്കൊന്നും കണ്ടില്ല. ഇവിടെ ചെറിയൊരു ഓയിൽ നനവ് കാണുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വളരെ മൈന്യൂട്ടായിട്ടുള്ളൂ. ഓക്കെ, വേറെ അങ്ങനെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. എഞ്ചിൻ്റെ സൈഡിൽ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മളത് എല്ലാ വണ്ടികളും ചിലതൊക്കെ നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ നമ്മളിത് കാണിച്ചു തരാം. എഞ്ചിൻ റൂം ഒന്ന് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. കേട്ടോ അവിടെ ഓക്കെ, അവിടെ ചെറിയൊരു ഓയിൽ നനവ് ചെറുതായിട്ട് നമുക്ക് കാണാം. വളരെ മൈന്യൂട്ടായിട്ട്. വേറെ ഒന്നും തന്നെ നമ്മൾ എവിടെ തന്നെ ലീക്കിങ്ങും കാര്യങ്ങളും തന്നെ കണ്ടിട്ടില്ല. പിന്നെ നമ്മളിനി എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്തും കാര്യങ്ങളും നോക്കാം. അനീഷ് അതൊന്ന് കയറി സ്റ്റാർട്ട് ചെയ്താടാ നീ. എന്നാ കീ വേണ്ടേ? ഓക്കെ, ഇതിന് തന്നെ നമ്മൾ ബോണറ്റ് നോക്കുകയാണെങ്കിൽ തന്നെയാണ് നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഇത് വണ്ടിയുണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ട് ഒത്തിരി വലിച്ചുള്ള കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. എടാ ഒന്ന് റൈസ് ചെയ്തടാ. ഒന്നുകൂടെ റൈസ് ചെയ്തടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല, അതൊന്ന് ഓയിൽ റിട്ടേൺ അടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ.
വേറെ എഞ്ചിൻ്റെ നോയ്സിൽ വ്യത്യാസം തോന്നുന്നുണ്ട്. ഇപ്പോൾ മൈക്കിൽ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയത് തോന്നാം, അത് നമ്മൾ മൈക്ക് സൗണ്ടൊക്കെ അടിക്കുന്ന സമയത്ത് മാറ്റുന്നുണ്ടേ. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും തന്നെ നമുക്കൊന്നും തോന്നുന്നില്ല. എടാ ഓഫ് ചെയ്യാടാ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. നമുക്കിനി അണ്ടർബോഡി കാര്യങ്ങൾ അതുപോലെ മെക്കാനിക്കലി 1-2 കാര്യങ്ങൾ കൂടി നോക്കാണ്ട് അത് നോക്കിയിട്ട് നമുക്ക് വണ്ടി സ്കാനിങ് കൂടി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ എങ്ങനെ ഉണ്ടെന്നില്ല. വണ്ടിയുടെ അണ്ടർബോഡി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പാക്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ലീക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്കിനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും റാമ്പോയിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് പൊക്കി നോക്കാമെന്ന് കരുതുന്നുണ്ട്. വേറെ അടിയിലൊന്നും നോക്കിയിട്ട് തന്നെ വേറെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ മേജറായിട്ടുള്ള ഇഷ്യൂസൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ഇവിടേക്ക് കടന്ന് ഇങ്ങനെ മാറ്റ് എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ കടന്ന് നോക്കാനോ അല്ലെങ്കിൽ ക്യാമറ വിട്ട് നോക്കാൻ മാത്രമാണ് പ്രസൻ്റ്ലി സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഓക്കെ ആണ് ഡീലാവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യും. നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് അടിയിലും തന്നെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഓയിൽ ലീക്കൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നേരത്തെ ആ മുകളിൽ ചെറിയൊരു ലീക്കേജ് പോലെ കണ്ടതുള്ളൂ. അത് അത്ര വലിയ മേജറായിട്ടുള്ള ഇഷ്യൂ അല്ല എന്നാണ് നമ്മൾ മെക്കാനിക്കായിട്ട് ചോദിച്ചപ്പോൾ. അപ്പോൾ നമുക്കിനി OBD സ്കാനർ കണക്ട് ചെയ്ത് വണ്ടി സ്കാൻ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഇതിൻ്റെ അടിവശത്താണ് ഇരിക്കുന്നത്. നമ്മുടെ OBD സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടായതുപോലെ അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും സൈലൻ്റ് ആണ്. ഓക്കെ, വേറെ എഞ്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ നോയ്സുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടുന്ന് കയറുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ഈച്ചയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്കതിനെ ഇറക്കി വിടാം. ഓക്കെ, നമുക്കിനി സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി പേര് സംശയമൊക്കെയായിട്ട് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് ആപ്പ് വഴിയാണ് സ്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാണ്. നമ്മളൊരു പ്രത്യേക ഒരു ആപ്പ് മാത്രം യൂസ് ചെയ്തുകൊണ്ടല്ല, നമ്മളൊരു OBD സ്കാനർ, അതായത് വാഹനങ്ങളൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OBD സ്കാനർ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഈ ആമസോണിലും ഫേസ്ബുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പല വിലയുടെ, അത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 10,000-2,000 രൂപ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന ഈ OBD സ്കാനിങ് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ഏത് കമ്പനിയുടെ ആണോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മേടിച്ചാലാണ് ഇതുപോലെ പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികളൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാനർ മേടിക്കുമ്പോൾ അതിനൊരു ആപ്പ് തരും. ചിലതെല്ലാം പെയ്ഡ് ആയിരിക്കും, ചിലത് ഫ്രീ ആണ്. അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇയർലി ഞങ്ങൾ ഓരോ പാക്കേജ് എടുക്കാറാണ് പതിവ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങൾ നടത്തുന്നത്, അല്ലാതെ ഒരു ആപ്പ് മാത്രം വെച്ചുകൊണ്ടല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള കുറച്ച് കൂടിയ വണ്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ വ്യക്തമായിട്ട് കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ ഓരോ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ അടക്കം. മുമ്പ് അത് എന്തെങ്കിലും സർവീസുകൾ ചെയ്തപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ ഇതൊരു ജർമ്മൻ ടൈപ്പ് വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ മീറ്റർ എന്തെങ്കിലും ടാമ്പറിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ECMൽ റെക്കോർഡ് എടുക്കാൻ പറ്റും. ലൈവ് ഡാറ്റ സ്ട്രീം ചെയ്യും. ആ സമയത്ത് കിട്ടുന്ന മൈൽസും ഇതിനകത്ത് കാണിക്കുന്ന കിലോമീറ്ററും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. ഇത് കുറച്ച് ടൈം എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എത്ര പെട്ടെന്ന് സ്കാനിങ് ചെയ്യുന്നത്, എന്ത് സ്കാനിങ് ആണ് എന്നൊക്കെ. അത് അവർ നമ്മളിത് ഫുള്ളായിട്ട് ഇപ്പോൾ സ്കാനിങ്ങിന് ഇട്ടാൽ തന്നെ ഇപ്പോൾ ഏകദേശം 19% 2 മിനിറ്റിൻ്റെ മേലെ വീഡിയോ റെക്കോർഡിങ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് 100 ആകുമ്പോഴേക്കും ഏകദേശം ഒരു നമ്മൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്കും എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ മേലെടുക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും എറർ കിട്ടിയെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് കാണിക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മളത് ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ മെക്കാനിക്കിന് കാര്യങ്ങൾക്ക് അയച്ചു കൊടുക്കും. പിന്നെ അതിനകത്തൊരു തീരുമാനം ആയതിനു ശേഷമാണ് നമ്മൾ വെക്കുക. പിന്നെ എന്തെങ്കിലും എറേഴ്സ് കിട്ടിയാലും നമ്മൾ ക്ലിയർ ചെയ്ത് കുറച്ച് ദൂരം ഓടിച്ച് വന്ന് ഓഫ് ചെയ്ത് പിന്നെ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യാറ്. മൺഡോറോ സൺറൂഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് പ്രോപ്പറാണ് കേട്ടോ. എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ സ്കാൻ ചെയ്തു. ചെറിയ 1-2 എറേഴ്സ് നമുക്ക് സാധാരണ കാണാറുള്ള പോലെ തന്നെ ടയറിൻ്റെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ ഏതോ ബ്രേക്ക് ലൈറ്റിൽ എന്തോ എറർ വന്നിട്ടുണ്ട്, ലൈറ്റ് ഏതൊന്ന് മാൽ ഫംഗ്ഷനിങ് കാണിക്കുന്നുണ്ടോ, അതിൽ ബൾബ് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു റിപ്പോർട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി വണ്ടി എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് വരണം. വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടി റീസ്കാൻ ചെയ്ത് നോക്കാം വേറെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക ബാക്കി പേപ്പേഴ്സ് കാര്യങ്ങൾ കൂടി നോക്കി പ്രൈസിൻ്റെ കേസിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ റിപ്പോർട്ട് നമുക്ക് കസ്റ്റമറിനും ഒന്ന് ഫോർവേഡ് ചെയ്യാം, അതുപോലെ നമ്മുടെ മെക്കാനിക്കിനും ഒന്ന് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ട കാര്യങ്ങൾ ഒന്ന് ചെയ്യാം. ആദ്യം നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്യാം ഫസ്റ്റ്.
ഓഫ് ചെയ്തു ഫുള്ളായിട്ട്. നമ്മുടെ സ്കാനർ ഊരി. ഓക്കെ, നമ്മുടെ സ്കാനർ ഊരിയുണ്ട്. നമുക്ക് വണ്ടി ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ചെറിയൊരു ദൂരമുള്ളൂ. നമുക്കൊന്ന് സൗണ്ട് ഡോർ അല്ല, ഡോർ ഓപ്പണാണ്. ഓക്കെ, അതാണ് ഇതിനകത്ത് കത്തിയിരുന്നു. ഡോർ ലൈറ്റ് ഏത് ഡോർ ഓപ്പൺ ആയിരുന്നു അതിൻ്റെ വാണിംഗ് കാണിച്ചത്. നമ്മൾ ചെറിയ ദൂരം കുറച്ച് മുമ്പ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. ഇവിടുത്തെ സൗണ്ടാണ്. ഓക്കെ, വണ്ടി സൈലൻ്റാണ്. ഇവിടെ ചെറിയ ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. സസ്പെൻഷൻ്റെ വേറെ അടിയോ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ചീച്ച കയറിയിട്ടുണ്ട്. ഗിയറൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഷിഫ്റ്റ് ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ലാഗോ കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. ബ്രേക്കിൻ്റെ ഭാഗം കാര്യങ്ങൾ കൊള്ളാം. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ബ്രേക്കിൻ്റെ ഡിസ്കൊക്കെ അവർ മുമ്പൊന്ന് പോളിഷ് ചെയ്തിട്ട് തോന്നുന്നുണ്ട്. കൂടാതെ ബ്രേക്ക് പാഡും പുതിയതാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. ടയർ 2023 ടയറാണ്. ഒരു ആവറേജ് ടയർ എന്ന് നമുക്ക് പറയാനുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതിൻ്റെയാണ് ആ ഒരു വാർണിംഗ് അടിക്കുന്നത്. നല്ല കയറ്റം കയറുന്നുണ്ട്. കാലോടെ സുഖമായിട്ട് വണ്ടി കയറുന്നുണ്ട്. സൈഡ് വലിച്ചുള്ള കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ബ്രേക്കിങ്ങും പെർഫെക്റ്റ് ആണ്. ചവിട്ടിയ വണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. വണ്ടി എന്തായാലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൽ നമ്മൾ ഓക്കെയാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ട്രബിൾസോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല. നമ്മൾ ഇനി വണ്ടി ഒന്ന് റീസ്കാൻ ചെയ്ത് നോക്കാം. പിന്നെ ഇവരുടെ അടുത്ത് ഈ പേപ്പർ ഭാഗങ്ങൾ കാര്യങ്ങൾ നോക്കി നമുക്കിതിൻ്റെ പ്രൈസിൻ്റെ കേസിലും കൂടി എങ്ങനെ എന്താക്കാന്നുള്ള കസ്റ്റമറും കൂടി എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ GLE എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിലെത്തി. ഇവിടെ വണ്ടി കസ്റ്റമർക്ക് നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വണ്ടിയുടെ ബോർഡ് കാണുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ DL വണ്ടിയായി. നമ്മൾ നോക്കിയിരുന്നത് HR വണ്ടിയായിരുന്നു. വീഡിയോ മൊത്തം കണ്ടത് നിങ്ങൾ HR ആണല്ലോ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ DLലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് സിമ്പിളായിട്ടൊരു ഉത്തരം പറയാം. നമ്മളെപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾ വണ്ടിയുടെ എല്ലാ സൈഡും ചെക്ക് ചെയ്തിട്ട് പല കാര്യങ്ങൾ അത് വീഡിയോയിൽ കാണിക്കാതെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ വണ്ടി നമുക്ക് എല്ലാം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ പേപ്പറിൻ്റെ ഭാഗത്ത് 1-2 റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടിരുന്നു. ചില വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു. കാരണം നമുക്ക് സ്ഥിരമായിട്ട് വണ്ടി തരുന്നൊരു ഡീലർ തന്നെയാണ് അവൻ. പക്ഷേ അവൻ ചില ഉടായ്പകൾ അവന് നമ്മളോട് പറയും. അതിന് നമ്മളെ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ നമ്മളിന്ന് വളരെ അതിവിദഗ്ധമായിട്ട് തന്നെ സ്കിപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ രണ്ടാമത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു വണ്ടിയായിരുന്നു ഈ GLE 250D. ഇത് 2016-17 രജിസ്ട്രേഷൻ വരുന്ന DL രജിസ്ട്രേഷൻ വാഹനമാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു. അന്ന് പിന്നെ നൈറ്റ് പോയി നോക്കും. പിന്നെ ഇതൊരു പാർട്ടിയുടെ കൈ കിടക്കുന്ന വണ്ടിയാണ്. അവർ ഡീലാവെങ്കിൽ വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യം കാണിച്ചിരിക്കുന്ന വണ്ടി നിങ്ങൾ കണ്ടല്ലോ. ഏകദേശം അതേപോലെ തന്നെ നമ്മൾ വണ്ടി നോക്കി ചെക്ക് ചെയ്ത് ഏകദേശം 10-20 രൂപ അടുത്ത് തന്നെയാണ് ഈ വണ്ടിക്കും, 20 സംതിങ് രൂപ അടുത്ത് തന്നെയാണ് ഈ വണ്ടിക്കും ആസ്കിങ് പ്രൈസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഈ വണ്ടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ മറ്റേ വണ്ടി കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ വശങ്ങളിലെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കയറിയിട്ടില്ല. 1,00,000 ചില്ലറ കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് പറയാം. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇതിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള ടച്ച് പോളിഷോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തത് മാത്രം. പിന്നെ കസ്റ്റമർക്ക് ഇപ്പോൾ വണ്ടി ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണം, ന്യൂ ഇയറിന് മുമ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് അവർ ധൃതി കൂട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് ചില മെക്കാനിക്കൽ, അതായത് നമ്മളവിടുന്ന് കൊണ്ടുവരുമ്പോൾ എല്ലാ വണ്ടികളും ചെയ്യുന്നത് തന്നെ മെക്കാനിക്കൽ വർക്കുകൾ മാത്രം ചെയ്തിട്ടാണ് കൊടുത്തത്. അതിൽ നമ്മളന്ന് ഈ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് നമ്മൾ എടുക്കുമ്പോഴേ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫൗണ്ടേഷൻ വീക്കാണ്, അതിനനുസരിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള 1-2 കാര്യങ്ങൾ കണ്ടിരുന്നില്ല. പിന്നെ വണ്ടിയുടെ നോർമലായിട്ട് നമ്മളെപ്പോഴും കണ്ടുവരാറുന്ന പോലെ തന്നെ വണ്ടിയുടെ എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ
ലിങ്ക് റാഡ് ബുഷസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിനകത്ത് മാറ്റിയിട്ടുള്ളൂ. വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ജനറലി ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്ത് വണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ നമ്മളെ കസ്റ്റമർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ചാലക്കുടിയിലേക്ക് തന്നെയാണ് ഡെലിവറി. അപ്പോൾ ആളെന്നോട് ചോദിച്ചിരുന്ന ആൾ വീട്ടിലേക്ക് ഒന്ന് ഡെലിവറി എത്തിച്ച് തരാമോ, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം, മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ അദ്ദേഹം ഒരു കസ്റ്റമർ റിവ്യൂ പോലെ പറയാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു റിവ്യൂ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവുന്നതായിരിക്കും. നമ്മൾ മറ്റു വണ്ടി കണ്ട പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. 1,59,799 കിലോമീറ്ററാണ് അത് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ ജെന്യൂൻ കിലോമീറ്ററാണ്. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് എടുത്ത് പറയണം. എല്ലാ ഭാഗങ്ങളും എല്ലാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ പക്ക പ്രോപ്പറായിട്ടൊരു സർവീസ് പോയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് എല്ലാ സൈഡിലും വണ്ടിയുടെ ഈവൻ മെക്കാനിക്കൽ സൈഡാണെങ്കിൽ പോലും നമുക്ക് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വണ്ടി സത്യം പറഞ്ഞാൽ ആക്ച്വലി ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാനായിട്ടുണ്ട്. ഇനി അവരെ സൗകര്യം പോലെ അവർ പറഞ്ഞതാണ് കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കണ്ടോ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവരിതിലൊന്നും പെയിൻറ്റ് ടച്ച് ചെയ്യുക കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളൂ. വേറെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ കയറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ വണ്ടി നമ്മൾ ചാലക്കുടിയിൽ നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആൾ ഈ വണ്ടി ഇനി നോക്കി കാര്യങ്ങൾ ചെയ്ത് പിന്നെ ആളത് ഒഴിവിനനുസരിച്ച് ആൾ ടച്ച് ആൻഡ് പോളിഷ് എന്തായാലും ചെയ്യുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കസ്റ്റമർ റിവ്യൂ കൂടി കിട്ടുകയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന് വണ്ടി ഇപ്പോൾ നമ്മളിവിടെ വെച്ച് അവരുടെ വീട്ടിൽ വെച്ച് നമ്മൾ വണ്ടി ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ആൻ്റണി. ഞാൻ ചാലക്കുടിയിലാണ് എൻ്റെ സ്ഥലം. ചാലക്കുടി കൊരട്ടിയിൽ നിന്ന് എന്താ പറയുക വാളൂരിലാണ് എൻ്റെ സ്ഥലം. ചേട്ടാ എന്താ ചെയ്യുന്നത്? ഞാൻ പുറത്താണ്, ബഹ്റിനിലാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും പോവും. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ കൂടെ അജുവിൻ്റെ കാര്യങ്ങൾ കാണാനിടയായി. അപ്പോൾ അതനുസരിച്ച് ഞാൻ അജുവായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അജു ഏതായാലും നല്ല രീതിയിൽ പോയി ഡൽഹി പോയി സംഗതി 1-2 വണ്ടികൾ നോക്കി, വേറെ വണ്ടികൾ ചൂസ് ചെയ്തു. പക്ഷേ ഫൈനലി നല്ലൊരു വണ്ടി നമുക്കെടുത്ത് ഇതിൽ കുഴപ്പമില്ലാത്ത നല്ല പ്രൈസിനും എടുത്ത് തന്നു. വണ്ടി എങ്ങനെയുണ്ട് മൊത്തത്തിൽ? വണ്ടി മൊത്തത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയ 1-2 ചെറിയ ഇതുണ്ടായിരുന്നു. അതിവിടെ വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ തന്നെ അറേഞ്ച് ചെയ്ത് നല്ല റെഡിയാക്കി. എനിക്ക് ജനുവരി 1 ഇന്നിപ്പോൾ ന്യൂ ഇയർ ആയിട്ട് വണ്ടി എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അത് വളരെ സന്തോഷം. ഞാനിപ്പോൾ ഒരു 10-15 ദിവസത്തിനോട് പോവുകയും ചെയ്യും. നമ്മുടെ ചാനൽ എങ്ങനെ കണ്ടത്? ആക്ച്വലി ചാനൽ സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് ഓണാക്കുമ്പോഴാണ് അത് ചില ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് നോക്കും ഞാൻ. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പലരുടെയും നമ്പറുകൾ എനിക്ക് കിട്ടി. പല ആളുകളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷേ ഒന്നാമത്തെ ഈ മലപ്പുറം സൈഡൊക്കെ എനിക്ക് ഒരുപാട് അകലം, പിന്നെ ഇത് കുറച്ച് റിലയബിളായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അജുവിനെ 1-2 പ്രാവശ്യം ബന്ധപ്പെട്ടു. പക്ഷേ എനിക്കിത് അറിയാൻ പാടില്ലായിരുന്നു. അജുവിന് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ഒന്നും എനിക്കറിയാൻ. അത് പിന്നെ അജു പറഞ്ഞു ഇന്നതാണ് ഫസ്റ്റ് ഇത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഞാനത് ചെയ്തു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രൊസീഡ് ചെയ്തു. പിന്നെ നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ എനിക്ക് അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ആ കോൺവെർസേഷനിൽ ഞാനപ്പോൾ അതിൻ്റെ നല്ലൊരു വണ്ടി വന്നു. അപ്പോൾ ഒരു അഡ്വാൻസ് കൊടുത്തു. പക്ഷേ എങ്കിൽ തന്നെ ആ എന്താ പറയുക വണ്ടി പുള്ളിക്കാരനെ ഫിക്സ് ചെയ്തില്ല. അടുത്ത വണ്ടി പേപ്പർ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പുള്ളി ചൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ അതിലാണ് പുള്ളിക്കാരനത് ഫിക്സ് ചെയ്തത്. അപ്പം ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി മാറ്റി വരുമ്പോൾ ചിലർ കരുതും അതിലും കൂടുതൽ വിലക്ക് ഞാൻ വെച്ചാണോ? സത്യം പറഞ്ഞാൽ അതിലും വില കുറച്ചല്ലേ നമ്മൾ? അതിന് കുറച്ചും കൂടി വില കുറച്ചാണ് ഈ വണ്ടി എടുത്തത്. ഇതാണ് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി എന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. നല്ല ഇൻറ്റീരിയർ ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം ഇൻറ്റീരിയർ ഒന്ന് ഷാമ്പൂ ചെയ്യിപ്പിക്കുകയും ചെയ്യണം, ടച്ച് ആൻഡ് പോളിഷൊക്കെ ചെയ്യണം. അത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ട് എന്ത് വർക്ക് ചെയ്തു തന്നു? നമ്മൾ വണ്ടി വന്നിട്ട് ഇപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ മൗണ്ടിങ് അല്പം പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതെ ആ മൗണ്ടിങ്ങിന് പ്രോബ്ലം പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. എടുത്തപ്പോൾ ഇത് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞാനത് ഇപ്പോഴാണ് ഓടിക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത് അതൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൗണ്ടിങ്ങിൻ്റെ പ്രശ്നമാണ്. കാരണം ഞാൻ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഉള്ള ആളാണ്. ഞാൻ എന്താ പറയുക ബസ്സുകളും ഇതൊക്കെ ജോസ്കോ എന്നുള്ള പേരിൽ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വണ്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഒരു മൗണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ മൗണ്ടിങ്ങിൻ്റെ പ്രശ്നം കുഴപ്പമൊന്നുമില്ല. വണ്ടിയും മാറ്റി പിന്നെ 2 ലിങ്ക് റാഡുകൾ മാറി കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല പെർഫെക്റ്റായി യാതൊരു
കുഴപ്പമൊന്നുമില്ല. ഡീസൽ വണ്ടിയാണെങ്കിലും നമ്മൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നല്ല പെട്രോൾ വണ്ടിയുടെ സ്മൂത്ത്നെസ് നല്ല സൈലന്റ് ഉണ്ട്, ആണ്, സൈലന്റ് ആണ്. മൈക്കിൽ പോലും വോയിസ് കേൾക്കുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടിംഗ്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ, യാതൊരു കുഴപ്പമില്ല, വളരെ നല്ല രീതിയിൽ. അല്ല ഞാൻ എന്താ വെച്ചാൽ ഇതിനകത്ത് ആദ്യത്തെ വണ്ടി ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് നോക്കിയ ആ വണ്ടിയുടെ വീഡിയോ ആണ് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇതിന്റെ ഫുൾ ചെക്കിങ് കാരണം നമ്മൾ അന്ന് നൈറ്റ് ആണ് പോയിട്ട് ഡീല് ക്ലോസ് ആവുന്നത്. കാരണം നമുക്കത് ക്ലോസ് ആവുമെന്ന് പോലും ഡൗട്ടായി നിൽക്കായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചിടത്തിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ ഫുൾ ആയിട്ട് ഉൾപ്പെടുത്തിയില്ല, മറ്റേന്റെയാണ്. പക്ഷെ മറ്റേ വണ്ടി നമ്മൾ എടുക്കാത്തതിന്റെ റീസൺ എന്താണെങ്കിലും ഞാനും ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയെന്നുള്ളൂ. ഓക്കെ, ബാക്കി നമ്മുടെ ഡീലൊക്കെ ഹാപ്പി അല്ലേ? ബാക്കിയെല്ലാം ഡീലെല്ലാം വളരെ ഹാപ്പിയാണ്. നല്ല രീതിയിൽ എന്താ പറയുക, ഒരു വാക്ക് പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ഇല്ല, ഇത് ചേഞ്ചസ് ഒന്നുമില്ല. ഇനി നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് ഇപ്പോൾ ന്യൂ ഇയർ അല്ലേ, ഈ വർഷം നല്ല ഉഷാറായിട്ട് വരട്ടെ. അതുപോലെ പല ആളുകൾക്കും പല പല സഹായങ്ങൾ കിട്ടട്ടെ. നിങ്ങൾ നിങ്ങളുടെ സർവീസ് ചാർജ് മേടിച്ചാലും നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ആളുകൾക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാനിപ്പോൾ ഡൽഹിയിൽ പോയി നോക്കുക മേടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇത് ചെയ്യുന്നു, നിങ്ങൾ അത് ആത്മാർത്ഥതയോടെ സത്യസന്ധമായിട്ട് ചെയ്തു തരുന്നു. അപ്പോൾ ഞാൻ മറ്റാളുകളോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ബിസിനസ് കിട്ടുന്നു. അത് ഞാനൊരു കൺഫ്യൂഷൻ, പലർക്കും ഒരു ധാരണ ഉണ്ട്, ഞാൻ വണ്ടി എന്തോ മേടിച്ച് മറിച്ച് വിൽക്കാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള വണ്ടി നിങ്ങൾക്ക് തന്നത് ഇത്ര വില എന്ന് ഫൈനൽ പറയാം. ഈ വണ്ടിയുടെ പ്രൈസ് ശരിക്കും ഫിക്സ് ചെയ്തത് ഞാനാണോ ചേട്ടായാണ്? അല്ല, പ്രൈസ് ഫിക്സ് ചെയ്തത് ഞാനല്ല. കാരണം അവിടെ നിങ്ങൾ ചോദിച്ചു ഇന്ന പ്രൈസാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോൾ പറഞ്ഞു ഇത്ര പ്രൈസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ആ പ്രൈസിന് നമുക്ക് സമാധാനം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ അഡ്വാൻസ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അഡ്വാൻസ് ആദ്യം പൈസ ട്രാൻസ്ഫർ ചെയ്തു. എന്നെ സംബന്ധിച്ചോളം ഒരു ബിസിനസ്സുകാരനാണ്. അതിനെ സംബന്ധിച്ചോളം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പഠിക്കാനൊന്നും പേടിയൊന്നുമില്ല. കാരണം ഒരാൾ പറ്റിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നൊന്നും പേടിയൊന്നുമില്ല. എനിവേ, ഞാൻ വണ്ടി ബിസിനസ് വണ്ടി ആയിട്ട് ഒരുപാട് ഡീലിംഗ് ഉള്ള കാരണം ഞാനത് ചെയ്തു. അതിൻ്റെ രീതിയിൽ ആ വണ്ടികൾ അജു തന്നെ ഓരോരോ പാർട്ട് ബൈ പാർട്ടായിട്ട് വിതിൻ 2-3 ഡേയ്സിൽ ഞാനത് ഫുൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ആ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഇതായിട്ട് പുള്ളിക്കാരനത് ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് തന്നെ ഈ വണ്ടി എല്ലാം ഇത് ചെയ്തു. ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതിനുള്ള പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഉടനെ തന്നെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വണ്ടി മേടിച്ച വില പറയണം? അത് പറയേണ്ടത് നമ്മൾ ആളുകളോട് പറഞ്ഞൊരു ഇത് വേണ്ടല്ലോ, പല ആളുകളും കാണണമല്ലേ, അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഈ വണ്ടി ഒരിക്കലും ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന വണ്ടി മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയല്ല. ഇവരെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഇവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇവർ മേടിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പറയാത്തത്. പക്ഷേ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്താണെങ്കിലും നമ്മൾ വീഡിയോയുടെ ഇടയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതേപോലത്തെ ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കുന്നതായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അതിൻ്റെ വിലയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിനകത്ത്, അതായത് ഞാൻ വീഡിയോയുടെ ഇടയിൽ സ്ക്രോളിംഗ് കാണിക്കുന്നുണ്ട്, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ വീഡിയോക്കകത്ത് സ്ക്രീനകത്തും വലുതാക്കി കാണിക്കാറുണ്ട്. അപ്പോൾ ആ നമ്പറിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ എങ്ങനെ എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ചേട്ടാക്കി പറയണ്ടോ? വേറെ ഒന്നുമില്ല. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണല്ലോ. ഈ നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി ഇട്ടിട്ട് കഥയൊന്നുമില്ല. ഞാൻ അർജുനോട് ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? കാരണം വണ്ടി ഓടിയേക്കണല്ല മെയിൻ, ആ വണ്ടി പണിതിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മൾ വണ്ടി പണിതിട്ടില്ലെങ്കിൽ അത് കഥയൊന്നുമില്ല. കാരണം 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഒരു പണിയും ചെയ്യാത്ത ആളാണെങ്കിൽ ഇത് യാതൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതനുസരിച്ച് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗുണം ആ വണ്ടിക്കുണ്ട്. ആ വണ്ടി നമ്മൾ കാണുമ്പോൾ അറിയാം. ചെറിയ കുത്തും തക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്, അതുണ്ടാവും. പക്ഷേ അതർവൈസ് മെക്കാനിക്കലി പിന്നെ എല്ലാം നല്ലൊരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, അതെ, ഒന്ന് റീപ്ലേസ് ചെയ്താൽ നല്ല വൃത്തിയായിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ യാതൊരു കുഴപ്പം കൂടില്ല. അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കാര്യങ്ങളെല്ലാം ഡീലിംഗ് എല്ലാം പെർഫെക്റ്റാണ്. നമുക്ക് പറഞ്ഞ മാതിരി തന്നെ കാര്യങ്ങൾ അവിടെ ഡൽഹിയിൽ നിന്നും പറഞ്ഞു. ഇവിടെ ഞാനിപ്പോൾ ഇന്നാണ് January 1 വണ്ടി കാണുന്നത്. പക്ഷേ കാണുമ്പോഴായാലും ഓടിച്ചപ്പോഴായാലും ആ ഫീല് എല്ലാം അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. അതിനൊക്കെ മോർ ബെറ്റർ. ഓക്കെ, അങ്ങനെ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് കസ്റ്റമർ റിവ്യൂ. ഇതേപോലെ അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് നിന്ന് വണ്ടികൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ സൈഡിനകത്തും കൊടുത്തിട്ടില്ല. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന എങ്ങനെ വണ്ടി എന്നുള്ളത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പെട്രോൾ ആണോ, ഡീസലാണോ, ഓട്ടോമാറ്റിക് ആണോ, മാനുവൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ അയക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ച് നമ്മൾ പറഞ്ഞുതരാം. എനിക്ക് സ്വന്തമായിട്ട് ഷോറൂം അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്നില്ല. കാരണം ഒരു ക്ലയൻറ്റ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്ത് വണ്ടികൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടനെ ഞാൻ പറയുന്നത് എനിക്ക് ഷോറൂമോ അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളില്ല, ഫിനാൻസും ചെയ്യുന്നില്ല, എല്ലാം റെഡി ക്യാഷ് ഇടപാടുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഞാൻ ഇടനില നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വണ്ടി ഇതുപോലെ നോക്കി ചെക്ക് ചെയ്ത് എടുത്ത് തരാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം നമ്മൾ എടുത്ത് ഓർമ്മിപ്പിക്കണം, നമ്മൾ ഇന്നോവ, ഇറ്റിയോസ്, ലിവ, കൊറോള, അൾട്ടിസ്, ടാറ്റയുടെ സഫാരി സ്റ്റോം, മഹേന്ദ്രയുടെ താർ, അതുപോലെ സ്കോർപ്പിയോ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ചെയ്യുന്നില്ല. ചിലത് ഇപ്പോൾ അവിടെ നമുക്ക് കിട്ടാൻ പോലുമില്ല. ചിലത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പോൾ പ്രൈസ് കൊണ്ട് വെക്കുന്നില്ല. കാരണം ഇവിടെ കൊണ്ടുവന്ന് നമ്പർ ആക്കുമ്പോൾ ചിലപ്പോൾ കേരള പ്രൈസിൻ്റെ
അതിൻ്റെ മുകളിൽ പോകാനുള്ള സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാത്തത്. പ്രത്യേകിച്ച് ചെറുവാഹനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ലാഭമല്ല. മാരുതിയുടെ വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം കേരള പ്രൈസിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളിവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ ടാക്സും രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും നമ്മൾ അടച്ചു വരുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും നഷ്ടം പറ്റാനുള്ള സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാത്തത്. പിന്നെ ചില ആളുകൾക്കുണ്ടാവും അപ്പോൾ വണ്ടി കിട്ടിയാൽ മതി, എത്ര റേറ്റ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ മേടിച്ചോളാം എന്ന്. അങ്ങനെ നിങ്ങൾ എൻ്റെ കമ്മീഷൻ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, എടുത്ത് തരാമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ ഇത് പറയുകയാണ്, നിങ്ങൾ അങ്ങനത്തെ വണ്ടികൾ ചെറുവണ്ടികളൊന്നും അവിടെ നിന്ന് എടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാര്യക്കാർക്ക് പൊതുവേ അവിടെ വണ്ടികൾക്കൊക്കെ കുറച്ച് വില കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് പിന്നെ ഇവിടുത്തെ ടാക്സും കൂടി അടച്ചു വരുമ്പോഴാണ് നമുക്ക് നഷ്ടമാവുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഉടനെ അടുത്ത വണ്ടിയുടെ വീഡിയോ കാര്യങ്ങൾ വരുന്നതായിരിക്കും. ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.